Hi students, welcome back to the lecture. We were dealing with GDP and its expenditure approach, and today we will be dealing with income approach. Before that, നമ്മൾ ഇപ്പോൾ ഒരു ട്യൂഷൻ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സോ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സെം എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്യൂഷൻ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡിയിലോട്ടേക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ടേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻകം അപ്രോച്ച് ആണ്. ഇൻകം അപ്രോച്ചും GDP മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ എന്താണ് ഹൗസ് ഹോൾഡോ അതല്ലേ എങ്കിൽ ഫേമോ ഒരു വർഷം ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്? ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഫേം ഒരു വർഷം, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണോ അതാണ് ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. Okay, the rationale behind the income approach is that total expenditures on final goods and services are eventually received by households and firms in the form of wage, profit, rent and interest income. So ഈ ഒരു ഇൻകം അപ്രോച്ചിന്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇൻകംസ് ഏതൊക്കെയാണ്? വേജ് വഴി, അതായത് ലേബറിന് കിട്ടുന്ന ഇൻകം, ഓൺടർപ്രണറിന് കിട്ടുന്ന ഇൻകം ആയിട്ടുള്ള പ്രോഫിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡിന് കിട്ടുന്ന ഇൻകം ആയിട്ടുള്ള റെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഈ ഒരു ഇൻകം അപ്രോച്ചിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഇവ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? GDPക്ക് ഒരു വാല്യൂ കിട്ടും അല്ലെ? അതായത് ഈ വേജും അതേപോലെ തന്നെ വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് GDPക്ക് ഒരു വാല്യൂ കിട്ടും. ആൻഡ് ഈ GDP വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആകണം? നമ്മുടെ എക്സ്പെൻഡിച്ചർ അപ്രോച്ചിൽ നമ്മൾ കണ്ട എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം ഈ ഒരു വാല്യൂ. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് GDP മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, then moving on, there are two types of expenditures, however, that are included in expenditure approach to GDP measurement but do not provide household or firm any form of income. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് അപ്രോച്ച് എക്സ്പെൻഡിച്ചർ അപ്രോച്ചസിന് നോക്കുകയാണ്. എന്താണ്? ഇവ എക്സ്പെൻഡിച്ചർ അപ്രോച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് GDP മെഷർമെന്റിനായിട്ട്. പക്ഷേ ഹൗസ് ഹോൾഡിനോ ഫേമിനോ ഒരു തരത്തിലുള്ള ഇൻകവും ഇവ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ഡിപ്രിസിയേഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇത് ഹൗസ് ഹോൾഡ്സിന് യാതൊരു രീതിക്കുള്ള ഒരു ഇൻകം നൽകുന്നില്ല. രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ബിസിനസ് ടാക്സസ് ആണ്. ഇത് ആർക്കാണ്? നമ്മുടെ ഫേംസിനും യാതൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ യാതൊരു ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇവ എന്ന് നോക്കാം. ഡിപ്രിസിയേഷൻ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡിറ്റോറിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയർ ആൻഡ് ടയർ സംഭവിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിനെ റീപ്ലേസ് ചെയ്ത് പുതിയത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന എമൗണ്ട് ആണ് ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡു ഇൻക്രീസിങ് ഇൻകംസ് ഓഫ് those providing the replacement goods, but they also decrease the profits of income of those who purchasing the replacement goods. So ഇവിടെ എന്താണ്? നമ്മുടെ ഈ ഒരു റീപ്ലേസ്മെന്റ് ഗുഡ്സ് കൊടുക്കുന്ന സെല്ലർ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഈ റീപ്ലേസ്മെന്റ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ബയ്യറും ഉണ്ട്. ഇവിടെ ബയ്യർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫേംസ് ആയിരിക്കാം. ഇവർക്ക് എന്താണ്? ഈ ഒരു ഡിപ്രിസിയേഷൻ എക്സ്പെൻഡിച്ചേഴ്സ് നടക്കുന്നത് കൊണ്ട് ഇവർക്ക് അവിടെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? സോ ഇവർക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഇൻകം ഈ റീപ്ലേസ്മെന്റ് ഗുഡ്സ് കൊടുക്കുന്ന സെല്ലേഴ്സിന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, then the result is that aggregate income remains unchanged. Okay, അപ്പം ഇൻകത്തിനകത്ത് യാതൊരു ചേഞ്ചും ഇതുവഴി ഉണ്ടാകുന്നില്ല. then indirect business taxes ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതിന്റെ അകത്ത് ഏതൊക്കെ ടാക്സസ് ആണ് ഉള്ളത്? സെയിൽസ് ടാക്സും മറ്റ് എക്സൈസ് ഡ്യൂട്ടികൾസുമാണ് ഇവിടെ ഉള്ളത്. Okay, excise taxes ആണ് ഇവിടെ ഉള്ളത്. That firms collect but that are not regarded as a part of firms income. So ഈ ഒരു സെയിൽസ് ടാക്സും മറ്റ് എക്സൈസ് ഡ്യൂട്ടീസും എന്താണ്? ഈ ഫേംസ് തന്നെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവയും ഫേമിന്റെ ഇൻകത്തിന്റെ ഒരു പാർട്ടായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ ദ ബിസിനസ് ടാക്സസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ടു determine GDP, rather it is included in the income approach. Okay, അപ്പോൾ അവിടെ ഒരു എന്താണ് ഈ ഒരു ഇൻഡയറക്റ്റ് ബിസിനസ് ടാക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ
ഈ ഒരു ഹൗസ് ഹോൾഡിനോ ഫേമിനോ ഇൻകം ഏൺ ചെയ്യുന്നില്ല, പക്ഷേ അവർ എക്സ്പെൻഡിച്ചർ ആയിട്ടും അതിനെ ഇൻകം അപ്രോച്ചിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ഫർദർ. GDP is defined as the total market value of all expenditures which is made on consumption, investment, government expenditure and net exports in 1 year. ഇത് എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബേസിസിലാണ്. If one subtracts depreciation and indirect business taxes from these expenditures, one arrives at national income, which is the sum of all wage, profit, rent and interest income earned in a same year. So നമുക്കതൊരു കാണിച്ചു തരാം. ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ എടുക്കുകയാണ്. സോ നമ്മൾ അതിൽ ഏതൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് എടുക്കുന്നത്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് expenditures, then എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ രണ്ടാമത് എടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്ന മറ്റൊരു എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? നെറ്റ് എക്സ്പോർട്സ്. ഓക്കെ, നെറ്റ് എക്സ്പോർട്സും നമ്മൾ എടുക്കുന്നുണ്ട്. സോ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നെറ്റ് എക്സ്പോർട്സ് ഉണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രിസിയേഷനും അതുപോലെ തന്നെ എന്താണ് വേറൊരു സാധനം കൂടി നമ്മൾ മൈനസ് ചെയ്യാനുണ്ടല്ലോ, ഇൻഡയറക്റ്റ് ബിസിനസ് ടാക്സസും കൂടി നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ദ സം ഓഫ് വേജ്, പ്രോഫിറ്റ്, റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം. ഇവയാണ് കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നെറ്റ് എക്സ്പോർട്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഡിപ്രിസിയേഷനും അതുപോലെ ഇൻഡയറക്റ്റ് ബിസിനസ് ടാക്സസും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു കൺട്രിയുടെ നാഷണൽ ഇൻകം ആണ്, വിച്ച് ഈസ് ദ സം ഓഫ് വേജസ് പ്ലസ് പ്രോഫിറ്റ്സ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഇനി വരുന്നത് ഗ്രോത്ത് റേറ്റ് ഓഫ് GDP. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് കാറ്റഗറി അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പിക്കിലോട്ടേക്ക് പോവാണ്. വാല്യൂ ഓഫ് GDP by itself is not very interesting. What is interesting is the annual growth rate or year-to-year percentage change in the value of GDP. So GDP യുടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കമ്പയർ ചെയ്ത് നോക്കാനായിട്ടോ അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുവൽ ഗ്രോത്ത് റേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ചേഞ്ച് നോക്കിയിട്ടുണ്ടെങ്കിലാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്തോരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എ സ്റ്റാറ്റിക് സച്ച് as GDP, one needs to know the value of statistic at 2 dates in time. Suppose the value of GDP in the last year was YL. YL എന്ന് പറഞ്ഞിരിക്കുന്നത് GDP at the previous year ആണ്, and the value of GDP in the current year is YC. അതായത് ഈ വർഷത്തെ GDP YC എന്നുമാണ് എങ്കിൽ അവിടുത്തെ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് നോക്കുന്നത്? YC minus YL divided by YL into 100. സോ എങ്ങനെയാണ് അത് നോക്കുന്നത്? YC എന്ന് പറഞ്ഞിരിക്കുന്നത് കറന്റ് ഇയറിലെ GDP ആണ്, അത് മൈനസ് പ്രീവിയസ് ഇയറിലെ GDP ആയിട്ടുള്ള YL ഡിവൈഡഡ് ബൈ കറന്റ് ഇയറിലെ പ്രീവിയസ് ഇയറിലെ തന്നെ GDP ഇൻറ്റു 100. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രീവിയസ് ഇയറിലെ നമ്മൾ GDP വേണം, കറന്റ് ഇയറിലെ GDP ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് റേറ്റ് നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കറന്റ് ഇയറിലെ GDP മൈനസ് പ്രീവിയസ് ഇയറിലെ GDP ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ GDP ഇൻറ്റു 100 ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആനുവൽ ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിലുള്ള ചേഞ്ച് ആണ്? GDPയിലുള്ള ചേഞ്ച് ആണ്. ഓക്കെ, then the formula is valid for calculating the percentage change in any statistic, not just the percentage change in GDP. A positive growth of GDP implies that economy is expanding. So GDP ക്ക് കിട്ടുന്ന വാല്യൂ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മുടെ എക്കോണമി വളരുകയാണ് എന്നാണ് അർത്ഥം. അതുപോലെ നെഗറ്റീവ് ഗ്രോത്ത് ആണ് എങ്കിൽ നമ്മുടെ എക്കോണമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. ഒരു എക്സ്പാൻഡിങ് എക്കോണമി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ഉള്ളത്? ഈ സെറ്റ് ടു be in boom, while a contracting economy is said to be in a recession. So boom എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അർത്ഥം. കോൺട്രാക്ടിങ് എക്കോണമി റിസഷനിലോട്ടേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഡൗൺ ട്രോഡൻ ആവുകയാണ് അല്ലെങ്കിൽ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. സോ GDPയുടെ എക്സ്പാൻഷൻ ആയിരിക്കും എല്ലാ കൺട്രിയും മെയിൻലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇതാണ് GDPയുടെ
പെർസെൻറ്റേജ് ഗ്രോത്ത് നോക്കുന്നത്, അതുപോലെ ഇൻകം അപ്രോച്ച്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ please subscribe to the channel. Enjoy learning and God bless you all. Thank you so much.